തിരുവനന്തപുരത്ത് നടി സുഹാസിനിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് CPM-ന്റെ പരിഗണനയിൽ. തലസ്ഥാന നഗരിയിൽ 4ാം തവണയും കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന ശശി തരൂരിനെതിരെയാണ് സുഹാസിനിയെ മത്സരിപ്പിക്കുവാൻ CPM ആലോചിക്കുന്നത്. എന്നാൽ CPI തങ്ങളുടെ സീറ്റിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ചെന്നൈയിൽ താമസിക്കുന്ന സുഹാസിനി സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലില്ല. സിനിമാ പ്രവർത്തനങ്ങൾക്കൊപ്പം അവർ നേതൃത്വം വഹിക്കുന്ന നാം ഫൗണ്ടേഷന്റെയും പ്രവർത്തനങ്ങളിൽ സജീവമായ സുഹാസിനി അടുത്തിടെയായി CPM-ന്റെ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. സുഹാസിനിയുടെയും സംവിധായകൻ മണിരത്നത്തിന്റെയും മകൻ നന്ദൻ കോയമ്പത്തൂരിൽ നടന്ന CPM പാർട്ടി കോൺഗ്രസിൽ വോളണ്ടിയർ ആയിരുന്നു. സുഹാസിനിയുടെ പിതൃ സഹോദരൻ നടൻ കമൽഹാസനും CPM നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. തിരുവനന്തപുരത്ത് സീറ്റ് CPIക്കാണെങ്കിലും ഇതിനു മുമ്പും CPM CPIക്ക് സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. 1989 കവി ONV കുറുപ്പിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിപ്പിച്ചതിന് പിന്നിൽ CPM-ന്റെ പ്രേരണയായിരുന്നു. 2014 പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ ഉൾപ്പെട്ട ബെന്നറ്റ് എബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കിയതിലും CPM-ന് പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്ക് ദയനീയമായി തള്ളപ്പെട്ടു. അടുത്ത തവണ സ്ഥാനാർത്ഥിയായ മുൻമന്ത്രി C ദിവാകരന് കൂടുതൽ വോട്ട് നേടാനായെങ്കിലും 3ാം സ്ഥാനത്ത് നിന്നും മുന്നേറുവാനായില്ല. തങ്ങൾക്ക് നഷ്ടപ്പെട്ട ദേശീയ പാർട്ടി പദവി വീണ്ടെടുക്കുവാനാണ് CPI ലക്ഷ്യമിടുന്നത്. മുൻ MP പന്ന്യൻ രവീന്ദ്രൻ CPIക്ക് വേണ്ടി മത്സരിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം തന്നെ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. നിലവിൽ CPIക്ക് ശക്തനായ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തില്ല. ഈ സാഹചര്യത്തിലാണ് CPM-ന്റെ ഇടപെടൽ. 2 തവണ 2ാം സ്ഥാനത്തെത്തിയ BJP മണ്ഡലത്തിൽ ഇരു മുന്നണികൾക്കും ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ CPIയുടെ സ്ഥാനാർത്ഥി നിർണയം നിർണായകമാണ്.